അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ബേസ്ഡ് പോളിഷാണ് നമ്മുടെ സ്റ്റോൺ ലേക്ക്. എന്താണ് ശരിക്കും ഈ സ്റ്റോൺ ലേക്ക് എന്ന് പറയുന്നത്? നമ്മളെ ഈ ക്ലിയർ നമ്മളെ കൂടെ ഒരു സ്പെഷ്യൽ വ്യക്തി ഉണ്ട് കേട്ടോ, പ്രഭാകരായിട്ട്. കേരളത്തിലെ ചുരുക്കം ചിലരിൽ ഇതിന്റെ തുടക്കക്കാരെന്ന് പറയാം. ചെങ്കല്ലിൽ ഇങ്ങനെ തുടക്കക്കാരല്ല, ഞങ്ങൾ മധ്യകാലഘട്ടത്തിൽ കയറി വന്നത്. അതായത് പണ്ടേ അത് ട്രഡീഷണൽ സ്റ്റൈലാണുള്ളത്. പഴയ കാലം മുതലൊക്കെ നമ്മൾ ചെങ്കല്ലിന്റെ കലാവിരുത് നമ്മൾ പഴയ ക്ഷേത്രങ്ങളിലൊക്കെ കാണാൻ പറ്റും. അത് പുതിയ കാലത്ത് വീണ്ടും കൊണ്ടുവന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലേ എന്ന് പറയാൻ പറ്റില്ല. ഞാനും അതിലൊരാളാണ്. അതെ, കുറെ ഒരു 10-35 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. ഇപ്പോ ഇവിടെ ഷൊർണൂർ ചെറുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് സുലൈറ്റി കൺവെൻഷൻ സെന്റർ. അപ്പൊ അവിടെ ഒരുപാട് ഇതുപോലത്തെ ഡിസൈൻ വർക്കുകളിലെ ചെങ്കല്ല് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മുഴുവനും. ആദ്യം തന്നെ പ്രഭാകരായിട്ട് ഒരു കാര്യം പറയാം, സൂപ്പർ വർക്ക്. ഇത് പലരും ചെയ്യാറുണ്ട്, ഇതുപോലെ വർക്കുകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന്റെ ഈ ഒരു എന്താ പറയാ, ഈ ഗ്രൈൻഡ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, പോളിഷ് ചെയ്തത്, ഈ ഒരു റഫ് ആണ്. പക്ഷെ എടുത്തു നോക്കുമ്പോൾ ഒരു റഫാണ്. ഇതാണ് ഇതിന്റെ ഭംഗി. അതിന്റെ നാച്ചുറാലിറ്റി നഷ്ടപ്പെടില്ല. കല്ലായിരിക്കണം, സെറാമിക് ടൈല് മാതിരി ആകാൻ പാടില്ല, മിനുസാക്കാൻ പാടില്ല, തനി മിനുസാക്കാൻ പാടില്ല. ഈ ഒരു റഫ് വേണം, എന്നാലും കറക്റ്റ് ലൈനും. ഈ ലൈനൊക്കെ ഞങ്ങൾ ബ്രഷ് ഇട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒന്ന് വന്നതെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിയറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പ്രഭാകരനെ പോലുള്ള ഒരാളുകൾ കാലങ്ങളായിട്ട് നമ്മുടെ സ്റ്റോൺ ലാക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് ഞാൻ കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നതിൽ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല സാധനം ഏറ്റവും നല്ല സാധനമാണ്. ഞാൻ ഇതുവരെ ഒരു സാധനം ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല. ഈ സാധനം വന്നതിന് ശേഷം ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്റെ ക്രെഡിബിലിറ്റിയും കൂടെ പോകരുതല്ലോ, അതിന്റെ പേരിലാണ് ഞാൻ നല്ല സാധനം മാത്രം. അതായത് ഞാൻ പ്രഭാകരനെ എന്താ പറയാ, അങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നിട്ട് ക്യാമറേന്റെ വല്ല മൂപ്പർക്ക് ഇതിനോട് ഒരു താല്പര്യമില്ല തരാണ്. ഈ ക്യാമറയിൽ വന്നിട്ട് ഒരാളെ നമ്മളെ വർക്കിനെ പറ്റി പറയാനോ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരാളാണ്. അപ്പം പക്ഷേ നമ്മൾ ഒരു ക്ലിയറിൻ്റെ ഒരു കാര്യം പറയാൻ ഏറ്റവും നല്ലൊരു വ്യക്തി ഇദ്ദേഹം ആയതുകൊണ്ടാണ്. ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ, ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, കാലങ്ങളായിട്ട് ഈ ഒരു സ്റ്റോൺ ലാക്ക് ഉപയോഗിക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് മൂപ്പരെ ഒരു അഭിപ്രായം നമുക്ക് അനിവാര്യമായതുകൊണ്ട് നിർബന്ധിച്ചു കൊണ്ടുവരുന്നു. ഇത് കല്ലിന് ക്ലിയർ അടിക്കുമ്പോൾ കല്ല് കുടിക്കുന്നവരേക്ക് അടിക്കണം, കുടിപ്പിച്ചടിക്കണം. അതാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒലിച്ചിറങ്ങണം, എന്നാലേ കല്ല് കുടിച്ചെന്നാവുള്ളൂ. അത് ആദ്യം തന്നെ കല്ല് അടിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് നനയ്ക്കണം. കല്ലിനൊരു മീഡിയം നനവുണ്ടെങ്കിൽ അങ്ങോട്ട് അത് വലിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വലിക്കില്ല. ആ മുകളിൽ മാത്രം കോട്ടിങ് ആവും. അപ്പൊ പിന്നെ അതിന് ഇതുണ്ടാവില്ല. ഇത് ശരിക്കും കല്ല് കുടിച്ചെടുക്കണം. ഇത് സാധാരണ നമ്മൾ പെയിന്റ് ചെയ്യുന്ന പോലെ അതിന്റെ മുകളിൽ ഒരു കോട്ടിങ് അല്ല. ഇത് കല്ല് കുടിക്കും. നമ്മളിപ്പോ ഇന്ന് അടിച്ച സാധനം നാളേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത് അടിച്ചതായിട്ടേ തോന്നില്ല. ഇപ്പൊ തന്നെ ഇവിടെ അടിച്ച ഭാഗം കണ്ടില്ലേ, സാധനം വലിഞ്ഞു പോയി. ഇത് മൊത്തം അങ്ങോട്ട് വലിഞ്ഞു പോകണം. വലിഞ്ഞു പോകുമ്പോൾ കല്ല് കുടിക്കും. കല്ല് കുടിക്കാൻ ശരിക്കും 1 ദിവസം 2 ദിവസം കൊണ്ടല്ല, മൊത്തം ഉള്ളിലേക്ക് വലിക്കുന്ന 1 വർഷം പിടിക്കും. അത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പിന്നെ ഉറുമ്പ് കയറില്ല, ചെതല് കയറില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് ഒരു പ്രാവശ്യം അടിച്ചാൽ പിന്നെ വേറെ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടിക്കണത് ഇത് എങ്ങനെയായാലും ഒരു 10-40 വർഷത്തേക്ക് പിന്നെ ഇതിന് വലിയ കുഴപ്പം ഇൻസൈഡ് ഒന്നും വരില്ല. നമ്മൾ കൂടുതൽ വെയിലും മഴയും കൊള്ളണോടം മാത്രമേ എന്തെങ്കിലും വ്യത്യാസം. എന്നാലും ഇപ്പൊ ഒരു 10-15 വർഷമായിട്ട് ഈ സാധനം അടിച്ചോടത്തൊന്നും ഇതുവരെ ഒരു കംപ്ലൈന്റ് അതേ കണ്ടീഷനിൽ തന്നെയാണ്. പ്രഭാകരൻ എന്തായാലും ഈ ഒരു സാധനം റെക്കമെൻഡ് ചെയ്യണം അല്ലേ? ഞാൻ ഈ ഒരു സാധനം റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. നിങ്ങൾ ശരിക്കും ഒന്നും കൂടി കാണാട്ടോ. നമുക്ക് ഈ ഒരു വർക്കൊന്ന് മുഴുവനായിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ മുന്നേ നമുക്ക് വേറൊരു വ്യക്തിനെ പരിചയപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ സ്റ്റോൺ ലാക്കിന്റെ സ്വന്തം സുരേന്ദ്രേട്ടനെ. അപ്പോൾ സുരേന്ദ്രനാഥേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ബേസ്ഡ് ക്ലിയർ കോട്ടാണ് നമ്മളെ സ്റ്റോൺ ലാക്ക്. അപ്പോൾ സ്റ്റോൺ ലാക്കിന്റെ നമ്മളെ കേരളത്തിലെ വിതരണക്കാരൻ നമ്മളെ സുരേന്ദ്രേട്ടൻ ഉണ്ട്. നമസ്കാരം സുരേന്ദ്രേട്ടാ. സുരേന്ദ്രേട്ട അവിടെ വീട് എവിടെ ശരിക്കും? ഞാൻ ചാലക്കുടിയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തൊക്കെ ഉണ്ട് അല്ലേ? കുറേ വർഷം ഇവിടെ കേരളയിൽ സപ്ലൈ ഉണ്ട്. തമിഴ്നാട് പോകുന്നുണ്ട്, കർണാടകത്തിൽ പോയിട്ടുണ്ട്. അതെ. പിന്നെ നമ്മളോട് ചോദിക്കുന്നവർ കൊടുക്കും. അതെ. പിന്നെ നമ്മൾ ഹോൾസെയിലാണ്, ഇങ്ങനെ ബൾക്കുള്ളൂ. ഈ റിറ്റെയിൽ കടകളിലൊന്നും സപ്ലൈ ഇല്ല. കടകളിൽ കടകളിൽ അതാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതിപ്പോ ഏത് കടയിലെ കിട്ടുക, ഏത് കടയിലെ കിട്ടുക. ആദ്യം നമ്മൾ ഈ 50 ലിറ്റർ ആയിട്ട് തന്നെ കൊടുത്തു തന്നെ. ഇപ്പോഴാണ് അത് 25 പിന്നെ ഇപ്പൊ വേണ്ടവർക്ക് നമ്മളിങ്ങനെ കുറേശ്ശായിട്ട് കൊടുക്കും. ഇനിയിപ്പോ അത് പതുക്കെ എല്ലാം കൊടുക്കണമെന്നുണ്ട്. എന്താണ് ശരിക്കും ഈ സ്റ്റോൺ ലാക്ക് എന്ന് പറയുന്നത്? നമ്മളെ ക്ലിയർ സ്റ്റോൺ ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആക്രിലിക് കോട്ടിംഗ് ആണ്, തെർമോപ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പെയിന്റ് ആണ് ശരിക്കും? പെയിന്റ് എന്ന് പറയാൻ പറ്റില്ല, ക്ലിയർ കോട്ടാണല്ലോ. അതെ. അപ്പൊ ഇത് പെനിട്രേറ്റ് ചെയ്യും. ഇത് പെനിട്രേറ്റിംഗ് കല്ല് വലിച്ചെടുക്കും. അപ്പൊ ഇത് അടിക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളം ചേർത്തിട്ട് അടിക്കണം. അതായത് 1 ലിറ്റർ വെള്ളം. ഡിപ്പെൻസ്
ഇതിൻ്റെ പൊറോസിറ്റി അനുസരിച്ച് ഇപ്പോൾ എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ചെങ്കല്ലിന് നമ്മളെ ഇന്റർലോക്ക് ബ്രിക്കിന്, പോറോത്തോം ബ്രിക്കിന്, പിന്നെ മുറ്റത്ത് ഇരിക്കണ അതുമില്ല. അപ്പം മുറ്റത്തിരിക്കുന്ന ടൈലൊക്കെ ആണെങ്കിൽ അതിൽ വെള്ളം അങ്ങനെ ചേർക്കില്ല. ഒരുപാട് ഉപയോഗത്തിന് ഇത് പറ്റും അല്ലേ? നമ്മുടെ ചെങ്കല്ലിന് മാത്രമല്ല, ഇഷ്ടികയ്ക്ക് പറ്റും, മരത്തിനടിക്കാം, വെള്ളമുള്ള മരം, പഴയ മരം അതിനൊക്കെ അടിച്ചാൽ പിന്നെ ചെതൽ വരില്ല, പിന്നെ ബലം കൂടും, ബ്ലീഡിങ് ഉണ്ടാവില്ല മരത്തിൻ്റെ ഒന്നും. അങ്ങനെ മൾട്ടിപർപ്പസ് ആണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചെങ്കല്ലിനാണ്, ചെങ്കല്ലിനും മഡ് ബ്രിക്കിനാണ് നമ്മൾ ബ്രിക്കിനൊക്കെ കണ്ടുപോകാനും പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് വലിച്ചെടുക്കും. വലിച്ചെടുത്ത് ഇത് നമ്മൾ പറയുന്നത് വെള്ളം നനയ്ക്കുക. ആദ്യം അടിക്കുന്ന സർഫേസിൽ വെള്ളം നനച്ച് നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, എന്നിട്ട് ഇത് അടിച്ചു കൊടുക്കുക വേണ്ടത്. ബ്രഷ് ചെയ്യാം, സ്പ്രേ ചെയ്യാം, ഡിപ്പ് ചെയ്യാം, സ്പോഞ്ച് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതിനെ വെള്ളം കുടിപ്പിച്ചാൽ മതി. ഇത് കുടിക്കണം, എത്രയും കുടിക്കണോ അത്രയും നല്ലതാണ്. ഇത് എത്രയും അബ്സോർവ് ചെയ്യണോ അത്രയും ഇതിന്റെ ബലം കൂടുള്ളൂ. അതായത് ശരിക്കും ഇതിലെ പുറത്തൊരു കോട്ടിംഗ് അല്ല, കല്ലിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. കല്ല് ഒന്നുകൂടി ഹാർഡാവാണ്, കുത്തില്ല. ഇതിപ്പോ ഒരു വർഷം മുന്നേ ചെയ്താട്ടോ ഇവിടെയൊക്കെ, ഈ ഒരു ഭാഗത്തൊക്കെ ഒരു വർഷം മുന്നേ ചെയ്തതാണ്. ഇന്നിപ്പോ വർക്ക് നടക്കുന്നത് ആ ഒരു വാളാണ്, അവിടെ ആ ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. അവിടെ അപ്പുറമൊന്നും അടിക്കാത്ത ചുമരാണ്. അപ്പോൾ ഇത് അടിച്ച ചുമരാണ്. വെള്ളം ഒഴിച്ചു വേണമെങ്കിൽ കഴിച്ചാൽ റീപ്പല്ലൻസി ഉണ്ട്, വാട്ടർ റീപ്പല്ലൻസി ഉണ്ട്. ഒരു വർഷം മുന്നേ അടിച്ച ഈ ഒരു ചുമരിന് നല്ല ഇപ്പോഴും അതേ ഫിനിഷിങ്ങിലല്ലേ നിൽക്കുന്നത്. അത് ഒരു ഞാനൊരു 10 കൊല്ലം പഴയതൊക്കെ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇതുപോലെ തന്നെ ഉണ്ടോ? ശരി. ഈ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണത്, സ്ക്രാച്ച് ഒന്നും ഇല്ല. അതിപ്പോ മണ്ണോണ്ട് ഈ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ മണ്ണ് വെച്ച് അടച്ചതാണ്. മണ്ണൊക്കെ ശരിക്കും ഇത് മണ്ണാണെന്ന് പറയാൻ പറ്റൂല, അത്രയും അത് ഹാർഡായിട്ട്. എന്താ പറയാ, നമ്മൾ കൈയിട്ട് പെകം കൊണ്ട് വരയ്ക്കണ സമയത്ത് പോരണമൊന്നുമില്ല. പ്ലസ് ബ്രീത്തബിൾ കോട്ടിങ്ങാ. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വല്ല വെള്ളമാണെങ്കിൽ അതിങ്ങനെ വേർത്ത് പോയിക്കോളും. ബ്രീത്തബിൾ കോട്ടിംഗ് ആണ്, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫുമാണ്. നാളെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ഇത് കഴുകണമെങ്കിൽ വെള്ളം ഒഴിച്ച് വരച്ച് കഴുകല്ലേ. ശരി, ഒരു കുഴപ്പമില്ല. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഏരിയ വൈസ് ഇത് മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയല്ല എങ്കിലും പറയാണ്. അത് ഏറ്റവും പഴയൊരു പ്രൊഡക്റ്റാണ്, കേരളത്തിലെ ഏറ്റവും പഴയ ഒരു പ്രൊഡക്റ്റാണ്. ഇതിനെപ്പറ്റി അധികം ആളുകൾക്കും അറിയില്ല. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാല് അധികം സുരേന്ദ്രേട്ടൻ അധികം പരസ്യം കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒതുങ്ങി കൂടി അങ്ങനെ ശരിക്കും ഇന്നത്തെ നമ്പർ 1 ആകേണ്ടതാണ് കേട്ടോ. പിന്നെ ഹോൾസെയിലേ ചെയ്യുന്നുള്ളൂ, റിട്ടൈൽ കൊടുക്കാറില്ല, കടകളിൽ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. 50 ലിറ്റർ പണ്ട് പോയി വരുന്നത്, ഇപ്പോഴാണ് അത് 25 ലിറ്ററിൻ്റെ ഒക്കെ ആക്കിയത്. ഇനി ഒന്ന് വിപുലീകരിക്കണം, റീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു കണ്ടമാനം കോമ്പറ്റീഷനായി, കണ്ടമാനം പേര് വന്നു. പഴയ കാലത്തൊക്കെ ഈ നമ്മളെ ക്ലിയർ തന്നെ ആകും ചിലപ്പോൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും. പണ്ട് കാലത്ത് നമ്മുടെ ഉള്ളൂ. എറണാകുളം ഹാബിറ്റാറ്റിന്റെ എഞ്ചിനീയർമാരുണ്ട്, അവരോടൊക്കെ ചോദിച്ചറിയാം. എറണാകുളത്തൊക്കെ ഇപ്പോഴെല്ലാം മേത്തറിന്റെ സൈറ്റിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ അടിക്കാത്ത സൈറ്റ് പറയുന്നത് കുറേ ഉണ്ട്. വെള്ളം പിടിക്കണില്ല, വെള്ളം പിടിക്കില്ല എന്ന് മാത്രമല്ല, കഴുകിക്കോളൂ നിങ്ങൾ. ഇന്നല്ല 4 കൊല്ലം 8 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഇത് പോവില്ല. നമ്മുടെ ബ്രീത്തബിൾ ആണ്, ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒക്കെ വലിഞ്ഞു പോകും. അതായത് ഈ കല്ലിൽ ചെറിയ ഈർപ്പം എന്തായാലും ഉണ്ടാവും. പുറത്തേക്ക് പോയിക്കോളും. അതൊന്നും പോവില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയാ, കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ പ്രശ്നമാണ്. അതിന്റെ പിന്നെ ഈ ചെറിയ വെള്ള കളർ വന്ന് കണ്ടിട്ടുണ്ട്, വെള്ള കളർ വരും. ഈ സോൾവെന്റ് ബേസ് അടിക്കുമ്പോൾ അടിയിൽ നിന്ന് വെള്ളം വന്നിട്ടാണ് ഈ കോട്ടിങ്ങിന്റെ അടിയിൽ വന്ന് നിൽക്കും. അതാണ് ഈ വെള്ള കളർ. അങ്ങോട്ടും പോകാൻ കഴിയാത്ത രീതിയിൽ അവിടെ വന്ന് നിൽക്കും. സോൾവെന്റ് ബേസ്ഡ് കുറെ കഴിയുമ്പോൾ അതിന്റെ കളർ ചെറിയ മങ്ങാൻ കാരണം. വെള്ളം കുടിപ്പിച്ച് വെള്ളം സാച്ചുറേഷൻ പോയിന്റിൽ നല്ലപോലെ അടിക്കുക, എന്നിട്ട് കുടിപ്പിച്ചടിക്കുക. എത്രയോ കുടിക്കുക അത്രയോ അടിക്കുക. കുടിക്കുമ്പോൾ കുറച്ചൊക്കെ താഴത്തേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങിയാലൊന്നും പ്രശ്നമില്ല. ഒലിച്ചിറങ്ങിയാതെ ഉണങ്ങി കഴിഞ്ഞാൽ റെഡി. ഇനിയിപ്പോ ഒരു ഏരിയ റിപ്പയർ ചെയ്തു എങ്കിലും പ്രശ്നമില്ല, അവിടെ മാത്രം അടിച്ചു കൊടുത്താലും അറിയില്ല. നമുക്ക് വേറെയും കുറെ പ്രൊഡക്റ്റ് ഉണ്ട്. എന്താണ് ശരിക്കും കമ്പനി? നമ്മുടെ ലോട്ടസ് പോളിക്കോട്ട് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നതാണ്. ലോട്ടസ് പോളിക്കോട്ട്
അതിലൊരു ബ്രാൻഡാക്കിയിട്ട് നമ്മൾ സ്റ്റോറിലാക്കി അല്ലേ? അപ്പോൾ പിന്നെ ഇത് കമ്പനി പ്രൊഡക്റ്റാണ്. അധികം വഴിയെ പറയാം, ഇനി അടുത്ത യൂട്യൂബിൽ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇത് മാത്രമല്ല, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾ മാർക്കറ്റിൽ അങ്ങനെ അധികം ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ സുരേന്ദ്രേട്ടനെ കണ്ടപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഈ ഒരു കല്ല് ചെങ്കല്ലിൽ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു മേഖലയിലായതുകൊണ്ട് നമുക്കിതൊന്ന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വർക്കിനെ പറ്റിയിട്ട് 2 വാക്ക് പറയാൻ കേട്ടോ സുരേന്ദ്രേട്ടാ. നല്ല അടിപൊളി വർക്കാണ് അല്ലേ? ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഗ്ലോസി ഒരു മാറ്റ് ടൈപ്പിലാണ് വരുന്നത് അല്ലേ? മാറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഗ്ലോസിയാണ്. അടുത്ത് തന്നെ നോക്കിയാൽ ഗ്ലോസിയാണ്. അടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്ലോസിയാണ്. രാത്രിയാണെങ്കിൽ ഇപ്പോൾ ലൈറ്റ് അടിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഗ്ലോസി ആയിട്ട് തോന്നും. നല്ല എന്നാൽ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് നല്ലൊരു ഭംഗിയുണ്ട്, അടിച്ച് തോന്നില്ല. ഇപ്പം ഇതിൻ്റെയാണ് ശരിക്കും ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിന്റെ ആവശ്യമുള്ളൂ. ഇതിൽ ഒരുപാട് കളറ് കൂട്ടരുത്. ഇങ്ങനെ നിൽക്കണം. ഇതാണ് നാച്ചുറൽ ലുക്ക്. ഇതാണ് നാച്ചുറൽ ലുക്ക്. ഇതാണ് വേണ്ടത്. കുറച്ച് ദൂരത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഇതിന്റെ പല കല്ലിലും പല കളറാണല്ലോ. ഈ ഒരു കളർ ഈ രീതിയിൽ തന്നെ വരുന്ന സമയത്ത് എന്തോ കളറുണ്ടെങ്കിൽ അത് തന്നെ കിട്ടും. അത് തന്നെ കിട്ടും. നല്ലൊരു ഭംഗിയുണ്ട്. ഇതാണ് നല്ലത്. കണ്ട സ്മൂത്ത് ആണ്, തൊട്ട് നോക്കിയാൽ സ്മൂത്ത് ആണ്. പിന്നെ ഇവരെ വർക്കും ആ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ ആ ഒരു ഗ്രൈൻഡ് ചെയ്ത് തന്നെ വളരെ മിനുസാക്കിയിട്ട്. ഈ പ്രഭാരേടൻ എന്ന് പറഞ്ഞാൽ പഴയ പുള്ളിയാണ്. ഫീൽഡിൽ പഴയ ഈ ടൈലിന്റെ കല്ലിന്റെ ഫീൽഡിൽ പഴയ ആളാണ്. ആള് ഈ പറഞ്ഞ പോലെ ഒരു പരസ്യം ഇതൊന്നും ആഗ്രഹിക്കാത്ത ആളാണ്. ഈ പുള്ളി നിർബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ വന്ന് പറയും, പുള്ളി പറയില്ല. ഞാനും ഏകദേശം അങ്ങനെയും തന്നെയാണ്, വേണ്ടാന്ന് ചോദിച്ചില്ല. പക്ഷേ എനിക്ക് കുറച്ച് വാശിയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ കണ്ടമാനം ബ്രാൻഡുകൾ ഇറങ്ങി മാർക്കറ്റിൽ തോന്നിയാസൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ 1 വർഷം മുന്നേ ചെയ്തതാണ്. ഞാൻ വന്നപ്പം തന്നെ ഈ ഒരു ചുമര് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പല സ്ഥലത്തും കാണാൻ പറ്റും. നമ്മൾ ഓരോ എന്താ പറയുക സോൾവെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലിയർ ആണ് അധികം ആളുകൾ ഇപ്പോൾ അടിക്കുന്നത്. തന്നെ കാണുന്ന ഒരു ചെങ്കല്ലിന്റെ ആ ഒരു തനിമ നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാണാറുള്ളത്. അത് ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർക്ക് സോൾവെന്റ് ബേസ് ഈ വാട്ടർ ബേസ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം വരുമോ, ഇനി വെള്ളതയായി പോവോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംശയങ്ങൾ നമ്മളെ കൊണ്ടുപോയി അടിച്ചു നോക്കുക. എന്നിട്ട് നമ്മളെ പറയണതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണം, കമന്റ് ചെയ്യാം, അഭിപ്രായങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ, ഇത് ഉപയോഗിച്ചിട്ടുള്ള ആളുകളുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ നിങ്ങളുടെ അനുഭവം താഴെ കമന്റിൽ അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും അല്ലേ? അപ്പോൾ ഇത് കുറേ ഇങ്ങനെ വെച്ചാൽ നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. നല്ല പ്രൊഡക്റ്റ് അറിയപ്പെടാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. കസ്റ്റമറിന് ശരിക്കുള്ള കാര്യങ്ങൾ അറിയില്ല. ഞാൻ എന്നോട് നല്ലത് വേറെ ഏതെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എടുത്തോളാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ നല്ലതാവും. വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മളെ നമ്പർ ഇതിൽ വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നിർത്തല്ലേ? ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ.